ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു വെബ് പേജ് മാതൃകയിലേതുപോലെ ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കുക. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നൽകിയ lk.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലുകളിൽ മാതൃകയിലേതുപോലെ മാറ്റങ്ങൾ വരുത്തുക. വെബ് പേജിലെ ആദ്യ തലക്കെട്ടിന് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്, ഫോണ്ട് കളർ വൈറ്റ് എന്നിവയും രണ്ടാമത്തേതിന് ഫോണ്ട് സൈസ് 20 px, കളർ ബ്രൗൺ, ബാക്ക്ഗ്രൗണ്ട് യെല്ലോ എന്നിവയും നൽകുക. വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് ഫോണ്ട് സൈസ് 16 px, കളർ ബ്ലാക്ക് എന്നിവ നൽകുക. മാറ്റം വരുത്തിയ ഫയൽ സേവാസങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സാം10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യം: പ്രിപ്പയർ എ വെബ് പേജ് ആസ് ഇൻ ദ മോഡൽ ഗിവൺ for providing the information about Little Kites IT Club to the public following the instruction given below. Open the file lk.html given in the folder exam documents in home in a text editor and make the following changes to the cascading styles. Give red background color and white font color to the first heading and font size 20 px, color brown, background yellow to the second heading of the web page. Give font size 16 px, color black to the paragraph of the web page. Save the modified file using the save as option in the folder exam10 in home with your register number question number as the file name. Then open the file in web browser. Home തുറക്കുന്നു, എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. lk.html എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യുന്നു. ഇനി സെലക്ട് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം ലിറ്റിൽ കൈറ്റ്സ് എന്ന ഹെഡിങ്ങിന് മാറ്റം വരുത്തുന്നു. ലിറ്റിൽ കൈറ്റ്സ് എന്ന ഹെഡിങ് ഇവിടെയാണ്. അതിനുപയോഗിച്ചിട്ടുള്ള ടാഗ് S2 ആണ്. CSSൽ S2 ഇവിടെയാണ്. മാറ്റം വരുത്തേണ്ടത് ഈ കോഡുകൾക്കുള്ളിലാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ എന്നത് മാറ്റിയിട്ട് റെഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫോണ്ട് കളർ ബ്രൗൺ മാറ്റിയിട്ട് വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. വൈറ്റ് എന്ന് നൽകി. രണ്ടാമത്തെ തലക്കെട്ടിന് ഫോണ്ട് സൈസ് 20 ആക്കുന്നു. കളർ ബ്രൗൺ ആക്കുന്നു. ബ്രൗൺ. ബാക്ക്ഗ്രൗണ്ട് യെല്ലോയാണ് വേണ്ടത്. ഇവിടെ റെഡ് മാറ്റി യെല്ലോ ആക്കുന്നു. യെല്ലോ. പാരഗ്രാഫിന് P എന്ന ടാഗാണ് ഉപയോഗിച്ചിട്ടുള്ളത്. CSSൽ P ഇവിടെയാണ്. ഇവിടെ ഫോണ്ട് സൈസ് 24 പകരം 16 ആക്കണം. 16 ആക്കി. കളർ റെഡ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് എന്നാക്കി. ഇവിടെ സേവ് എന്ന ബട്ടൻ്റെ വലത് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് എന്ന ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. LK എന്ന പേര് മാറ്റിയിട്ട് രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഹോമിലെ exam10 സെലക്ട് ചെയ്യുന്നു. exam10 വന്നു കഴിഞ്ഞു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഫയൽ ബ്രൗസറിൽ തുറക്കുന്നു. ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. exam10 തുറക്കുന്നു. സേവ് ചെയ്ത ഫയൽ ബ്രൗസറിൽ തുറക്കുന്നു. ഏകദേശം മാതൃകയിലേതുപോലെ തന്നെ ആയിക്കഴിഞ്ഞു.